ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് എന്താണെന്നൊന്ന് അറിയാം. പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് ലെസൺ ആണിത്. അപ്പം നമുക്ക് ആ ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് കാണാം. അതായത് ഈ പറഞ്ഞ ബേസിൽ തന്നെ ചോദിക്കാവുന്നതാണ് ഈ 66 2/3 അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 1/3 വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. 1/3 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 1/3%. 33 1/3% എന്ന് പറഞ്ഞാൽ 33.3333 ഇങ്ങനെ പോകുന്നു. ഇതാണ് ഈ 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ 1/3. ഈ 3333 എന്ന് പറഞ്ഞിട്ട് പോകുന്നത് തന്നെയാണ് റെക്കറിങ് എന്ന് പറയുക. ഇംഗ്ലീഷിൽ റെക്കറിങ് എന്ന് പറയും. അതായത് കണ്ടിന്യൂസ് റിപ്പീറ്റിംഗ് എന്നും അതിന് പറയുന്ന ഒരു വാക്കാണ്. അത് നമ്മൾ നമ്പർ സിസ്റ്റത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ റെക്കറിങ് എന്താണെന്ന് പറയും, നോൺ റെക്കറിങ് എന്താണെന്ന് പഠിക്കും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പഠിക്കും. അപ്പോൾ ഇതിൽ 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അറിയേണ്ട ഒരു ഇതാണ് ഏത് 2/3 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിക്കും. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 2/3 എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് ആണ്? 2/3 എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക എന്താണ്, ഫ്രാക്ഷനെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, പെർസെൻറ്റേജിലാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇൻറ്റു 100 ചെയ്യും പെർസെൻറ്റേജ് കിട്ടണത്. അതായത് എത്രയാണ്? 200/3 ആണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവം. ഇപ്പോൾ 200/3 എന്ന് പറഞ്ഞാൽ 66.666 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സിമ്പിളായിട്ട്, ഇപ്പോൾ ഈ 66 2/3 ആണ് എന്നുള്ളതെങ്കിൽ നമുക്കത് ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതായത് 2/3 എന്നുള്ളത് നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് 3 എന്ന് പറഞ്ഞിട്ടുള്ളതിൽ 2 എത്രയാണ്? മൊത്തം 3 യൂണിറ്റ് ആണുള്ളതെങ്കിൽ അതിൽ 2 എന്ന് പറയുന്നതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിന് മൊത്തമായിട്ട് വരുന്നത് എത്രയാണ്? 3 ആണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 100% ആണ് ഈ 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള 100%-ലെ 2 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് അറിയുന്നത് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 33 1/3% ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ചോദിക്കുക 2/3 എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 1/3 എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 2/3 ആയി. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിലും ഇതുപോലെ ഇൻറ്റു 2 ചെയ്യും. അതായത് ഈ 33 1/3% നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 33% പ്ലസ് 1/3% ആണ് ഈ 33 1/3% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ 2 ചെയ്തു, ഇൻറ്റു 2 ചെയ്തപ്പോഴാണ് 1/3 ആണ് നമുക്ക് 33 1/3%. അപ്പോൾ 2/3 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റു 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഇതിനെ മൊത്തം ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ എത്രയാണ് വരുന്നത്? 66 പ്ലസ് 2/3, അതായത് 66% പ്ലസ് 2/3%. അപ്പോൾ അത് എത്രയാണ്? അതാണ് ഈ പറഞ്ഞ 66 2/3%. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2/3 എന്ന് പറഞ്ഞാൽ 66 2/3. ഇനി ഇതുപോലെ തന്നെ ഒരു ഫ്രാക്ഷനാണ് നമ്മുടെ 1/4. 1/4 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 25% ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ് ഡിവിഷൻ പോലെ വരുന്ന ഫ്രാക്ഷൻസ് ആണ്. 25 ആണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ 50% ഉണ്ട്, അതുപോലെ തന്നെ 75%. ഇതാണ് 100-നും ഇതിനും ഇടയിലുള്ള ഫ്രാക്ഷൻസ്. നമുക്ക് ഇതിനെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വരുന്ന ഫ്രാക്ഷൻസ്. ഇപ്പോൾ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വരിക? 2/4. അങ്ങനെയാണെങ്കിൽ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/4. അതായത് 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ എത്രയാണ്? 50% എന്ന് പറഞ്ഞാൽ 1/2. ഇതേ സാധനം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ 25% നമുക്ക് കിട്ടി. ഇപ്പം എത്രയാണ്? 1/2 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 50% ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും 50%. 25% എത്രയാണെന്ന് അറിയില്ല. നമുക്കൊരു കാര്യം അറിയാം, 50യുടെ ഹാഫാണ് ഈ 25 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈ 2 ചെയ്യാം. ബൈ 2 ചെയ്യുമ്പോൾ എത്ര വരിക? 1/2 എന്ന് പറഞ്ഞാൽ 50% ആണെന്ന് അറിയാം. അപ്പോൾ അതിനെ ഹാഫ് ആക്കുക. അപ്പോൾ എത്രയാണ്? 1/4 എന്ന് പറഞ്ഞാൽ എത്രയായി? 25%.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് 15നെ 25 ആക്കാനും അറിയാം, അപ്പോൾ 25നെ 50 ആക്കാനും അറിയാം. അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ നമുക്ക് 1/2 ആയിട്ട് കിട്ടി. 75% ആണ് അടുത്ത് വരിക, അതായത് 25 × 3, അതായത് 75% എന്ന് പറഞ്ഞാൽ എത്രയായി? 3/4 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടി. 66 2/3 2/3 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുള്ള അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 12.5, അതായത് 12 1/2% അതിൻ്റെ കുറച്ച് സബ് ഡിവിഷൻസ് എത്ര വരുമെന്ന് നോക്കാം. ഇപ്പം 12.5 നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയാം? 1/8 ആണ് 12.5 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഫ്രാക്ഷണൽ ഫോം. ഇത് പെർസെൻറ്റേജ് ഫോം. അങ്ങനെയാണെങ്കിൽ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? അടുത്തത് 25 ആണ്. 12.5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%. 25% അപ്പോൾ എത്ര വരും? 2/8. അതാണ് 1/4. ഇവിടെ 1/4. അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ 12.5 × 3, അതായത് എത്ര വരിക? 12 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. 0.5 × 3 എത്രയാണ്? 1.5, അതായത് 37.5. അതായത് 37.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ ഈ 1/8, അതായത് 12.5ൻ്റെ 1/8 ആണെങ്കിൽ ഇൻറ്റു 3 ആണ് 37.5, അതായത് 3/8 ആണ് നമ്മുടെ ഇവിടെ ഫ്രാക്ഷൻ വരിക. ഇനി അതിൽ തന്നെ അറിയേണ്ടത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 50, അതായത് 50% നമുക്ക് 1/2 ആണെന്നറിയാം. 12.5ൻ്റെ ഇൻറ്റു 6 ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 12.5 × 6 അത് എത്രയാണ് വരുന്നത്? 60 + 12 72. 5 നമ്മൾ 4 അല്ല ചെയ്ത്, 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 5 ചെയ്ത് കഴിഞ്ഞാൽ 60 + 2.5, അതായത് 62.5% എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അപ്പോൾ 5/8. 1/8 ആണ് 12.5, അപ്പോൾ 5/8 ആണ് ഇപ്പോൾ 62.5. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 12.5 ഇനി 75 ആണ് വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് 6/8 എന്ന് പറഞ്ഞാൽ 75% വരും. അപ്പോൾ 7/8 എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? 12.5 × 7 വരും, അതായത് 84 + 3.5, അതായത് 87.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7/8. പിന്നെ വരിക 8/8. 8/8 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 100%. അപ്പോൾ ഇങ്ങനെ നമ്മൾ 12.5ൻ്റെ അപ്പോൾ സബ് ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 37.5 ഓർത്തിരിക്കണം, അതുപോലെ തന്നെ 62.5, അതുപോലെ തന്നെ 87.5. ഇതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിയുള്ളതൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഈ 12.5 ഞാൻ പറഞ്ഞിട്ടുള്ള 15 ഫ്രാക്ഷൻസ് അഥവാ 14 ഫ്രാക്ഷൻസ്, ആ ഫ്രാക്ഷൻസ് അറിയുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. അതായത് ഇൻറ്റു 2 × 3 അങ്ങനെ ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടിട്ട് തന്നെ 12.5/100 എന്ന് പറഞ്ഞിട്ടുള്ളത് 12.5/100 എന്ന് പറഞ്ഞിട്ട് ഫ്രാക്ഷനിലാക്കണം. അപ്പം നമുക്ക് ഇതൊക്കെ അറിയും, ഇതൊക്കെ മുൻകൂട്ടി ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഇത് അറിയുമെങ്കിൽ നമുക്ക് ബാക്കി അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ ഫ്രാക്ഷൻസും സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ആ ഫ്രാക്ഷൻസ് ഓർത്ത് വയ്ക്കാൻ പറയാനുള്ള കാരണം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 1/11 എന്ന് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ്. നമ്മൾ ഇപ്പം നമ്മൾ 3 ഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്തു. 12.5 ഡിസ്കസ് ചെയ്തു, 25% ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ 33 1/3 എന്ന് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ്. മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഫോർത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9 1/11% എന്ന് പറഞ്ഞിട്ടുള്ളതിനെ. ഇപ്പം 9 1/11 9 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 ആണ് താഴെ വരേണ്ടത്, അതായത് 1/11 ആണ് ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുന്നത്. ഫോർത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് ഏതൊക്കെ ഫ്രാക്ഷൻസ് വരുന്നതാണ്. അപ്പോൾ 1/11 എന്ന് പറഞ്ഞാൽ 9 1/11% ആണെങ്കിൽ 2/11 എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? ഇൻറ്റു 2, അതായത് 18 2/11% ആണ് ഈ 2/11 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 3/11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/11 എന്ന് പറഞ്ഞാൽ 9 × 3 27 3/11. അപ്പോൾ 4/11 അതുപോലെ അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇതിൽ ഓർത്തിരിക്കേണ്ടത് നമ്മൾ മെയിനായിട്ട് ഈ 5/11 എന്ന് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് അതിൻ്റെ ആ ഫ്രാക്ഷനിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയണം. അതുപോലെ തന്നെ 7/11 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയണം.
ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് വന്നിട്ടാണ് നമുക്ക് കൺഫ്യൂസിങ് ചെയ്യുക. അതായത് 63/7/11 എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ഇതെന്താണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള പെർസെൻറ്റേജ് ചോദിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യുക ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കറിയാം 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 1/11 ആണ്. അപ്പോൾ 5/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും 5 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 1/11 9 + 1/11% എന്ന് പറഞ്ഞിട്ട് എഴുതി. 5 × 9 എന്ന് പറഞ്ഞാൽ 45 + 5/11, അതായത് 45 5/11% ആണത്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്ര വരിക? 7 × 9 63 7/11% ആണ് ഈ 7/11 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ഈ ഫ്രാക്ഷൻസ് കുറച്ചുകൂടി എന്താ പറയുക സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്ന ഈ 15 1/15 വരെയുള്ളതിൻ്റെ ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പം എന്താ പറയുക up to 15 വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോഴാണ് ഇത് 100% ആവുള്ളൂ. ഇതിൻ്റെ up to 14 വരെ. അപ്പോൾ അതിൽ നിന്ന് ഈ 11 വരെയുള്ളത് അല്ലെങ്കിൽ 12 വരെയുള്ളത് മാത്രം ചെയ്താൽ മതി. ഈ 13 ഒക്കെ മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 times 5 times വരെയുള്ളത് ചെയ്താൽ മതി. അതിൻ്റെ മേലേക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കൺവേർട്ട് 11/7% ഇൻറ്റു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ. 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇതൊരു ബേസ് ലെസണാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് അറിയേണ്ട ഇതായിരുന്നു. അതുപോലെ തന്നെ പെർസെൻറ്റേജ് എന്താണെന്ന് അത് നമ്മൾ മനസ്സിലായി. ഇനി ചോദ്യം വന്നിട്ടുള്ളത് 11/7 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 മെത്തേഡ് പോലെ പറഞ്ഞുതരാം. മെത്തേഡ് 1, അതായത് നമ്മൾ പറഞ്ഞു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 11/7 × 100 ചെയ്താൽ മതി. × 100 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 11,000/7 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7ൽ 1 times, അപ്പോൾ എത്രയാണ്? 7 വന്നു. ക്യാരി എത്ര വരിക? 4 times. അപ്പോൾ 40ൽ പറയുകയാണെങ്കിൽ എത്ര വരിക? 5, അതായത് 35 വന്നു. ബാലൻസ് എത്രയാണ്? 5 ആണ് വരുന്നത്. ബാലൻസ് 5 വരുമ്പോൾ 50ൽ എത്രയാണ് വരിക? 7, അതായത് 157 വന്നു. ഇനി ബാക്കി എത്രയാണ് വരുന്നത്? 1 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് 1/7 ആണ് വരിക. 157 1/7% ആണ് ഈ 11/7 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 157 1/7% ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വേറെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 1/7 എങ്ങനെയാണ് വന്നതെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 157 × 7 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1099 എന്ന് പറഞ്ഞിട്ടാണ് വരിക. 157 × 7 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? 1. ആ 1നെ 7ൽ, ആ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ൽ എത്രയാണെന്നുള്ളതാണ് ഇപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഈ 1099 + 1/7 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ 1100 റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 7ൽ പോകുന്ന മൾട്ടിപ്പിൾ 157 ആണ്. ഈ 1099 നമുക്കറിയാം. അപ്പോൾ 157 എഴുതി. അപ്പോൾ 157% വന്നു. പ്ലസ് ഈ 1 ബാക്കിയുണ്ട് 1100. അപ്പോൾ 1/7 എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ അതിൻ്റെ സം ചെയ്തിട്ട് മിക്സഡ് പോലെ എഴുതിയപ്പോൾ 157 1/7% ആണ് ഈ 11/7 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ 100ലേക്ക് ഒന്നും ആക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് അതാണ് മെത്തേഡ് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ 11/7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് ചോദിക്കുന്നത്. അതായത് അടിയിലുള്ളതാണ് ബേസ് എന്ന് വിചാരിക്കാം. നമ്മുടെ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താ പറയുക കൺവേർഷൻ ബേസ് എന്ന് പറഞ്ഞാൽ 7 ആണെന്ന് വിചാരിക്കാം. 7ൻ്റെ എത്രയാണ് 11 എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കാം. അതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 7ൽ ഇപ്പോൾ ഇത് 7 തന്നെയാണെന്ന് വിചാരിക്കുക. 7/7 ആണെങ്കിൽ ഇത് എത്ര വരിക? 100% ആണ്. അപ്പോൾ ഈ 7ൽ നിന്ന് എത്രയാണ് അഡീഷൻ വന്നിരിക്കുന്നത്? 4 ആണ് അഡീഷൻ വന്നിരിക്കുന്നത്. അതായത് 7 + 4 ആണ് ഈ 11/7 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ. അതിനെ നമ്മൾ മുറിച്ച് എഴുതിയപ്പോൾ 7 + 11 എന്ന് പറഞ്ഞിട്ട് 7 + 4/7 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അറിയുന്നത് എന്താ?
7/7 എന്ന് പറഞ്ഞിട്ട് എഴുതി. അതുപോലെ തന്നെ 4/7 ആണ്. ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 7/7 പ്ലസ് 4/7. 7/7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 പ്ലസ് 4/7. ഇതാണ് നമ്മൾ ഈ ഫ്രാക്ഷനെ നമ്മൾ മുറിച്ച് എഴുതിയത്. ഇനി ഇതിന്റെ പെർസെൻറ്റേജ് ആക്കാൻ നമുക്കറിയാം ×100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? 7 7 1, അതായത് 100% ആണ് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒപ്പം 4/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്നും കൂടി നമുക്ക് അറിഞ്ഞാൽ മതി. അതായത് 100% ഒപ്പം ഈ 4/7 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ നേരത്തെ ആ സ്ലൈഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് പറഞ്ഞത്? അപ്പോൾ സ്ലൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 14 2/7% ആണ്. അപ്പോൾ 1/7 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര കിട്ടി? 14 2/7% ആണ്. അങ്ങനെയാണെങ്കിൽ 4/7 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 4/7 കണ്ടുപിടിക്കണം, അതായത് ×4 ചെയ്യണം. അപ്പോൾ 14 × 4 പ്ലസ് 2/7 × 4, അത് എത്രയാണ് വരിക? 14 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56, പിന്നെ പ്ലസ് 4 × 2 8/7. 8/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണ് വരുന്നത്? ഇതിലേക്ക് ഇപ്പോൾ 7 പ്ലസ് 1/7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 8/7 എഴുതി. അതായത് 56 പ്ലസ് 1 പ്ലസ് 1/7 ആയി. ഈ പറഞ്ഞിട്ടുള്ള 4/7 എന്ന് പറഞ്ഞിട്ടുള്ളതിന് നമ്മൾ വീണ്ടും എഴുതിയപ്പോൾ ഇപ്പോൾ ഇത് എത്ര വരുന്നത്? 57 1/7 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇപ്പോൾ എത്ര വരുന്നത്? ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ 100 പ്ലസ് 4/7 ആയിരുന്നു. അപ്പോൾ അതിൽ 1 പ്ലസ് 4/7 ആയിരുന്നു നമ്മൾ ഈ ഫ്രാക്ഷൻ എഴുതിയത്. അപ്പോൾ ഈ 4/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 57 1/7% ആണെന്ന് കിട്ടി. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100 ആണെന്നറിയാം. അപ്പോൾ എത്രയാണ്? 157 1/7. ഇതിപ്പോൾ ഞാൻ ഇത്രയും എഴുതിയോണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ലെങ്ത് വേണം ഇതിൽ ×100 ചെയ്തതിന് സിമ്പിളായിട്ട് കിട്ടില്ലേ എന്ന് ചോദിക്കാം. നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഈ 157 × 7 ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/7 കണ്ടു കഴിഞ്ഞാൽ നേരെ തന്നെ നമുക്ക് സ്പാർക്ക് വരുന്നത് 1 പ്ലസ് 4/7 എന്നുള്ളതിലേക്ക് നമുക്ക് എത്തി. അപ്പോൾ 1/7 എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ തന്നെ അറിയുന്നതായിരിക്കും. എത്രയാണ്? 14 2/7 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4/7 എന്ന് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അതായത് മൾട്ടിപ്ലിക്കേഷൻ കുഴപ്പമില്ല, ഡിവിഷന് വരുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഇതൊക്കെ നമ്മൾ ഏറ്റവും ടോപ്പ് ഹാൻഡിൽ വെക്കുമ്പോൾ അതിനുശേഷമാണ് നമുക്ക് എന്താ പറയുക ഇതൊക്കെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോവാം. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഡിവിഷനും എന്താ പറയുക കാൽക്കുലേഷൻ സ്പീഡൊന്നും ചിലവർക്കൊന്നും അത്ര സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതാണ്. ഡിവിഷനൊക്കെ ഫാസ്റ്റ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഇത് ബേസിക് മെത്തേഡാണ്, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഇതിലാണ്. ഇതിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. കാരണം അടുത്തത് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് 13/7 ആയിരിക്കും. അപ്പം നമുക്ക് എത്രയാണെന്ന് അറിയാം? നമുക്ക് 100 എന്തായാലും ഉണ്ടെന്ന് അറിയാം. പിന്നെ എത്രയാണ് വരുന്നത്? 7 5 6 6/7 കണ്ടുപിടിച്ചാൽ മതി. 14 2/7 × നമുക്ക് ഈ 14 2/7 എന്നുള്ളത് നമ്മൾ ഓൾറെഡി മൈൻഡിലുണ്ടാവും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 14 × 6 പിന്നെ 6 × 2 12/7 എന്ന് വരും. 14 × 6 എത്രയാണ് വരിക? 60 + 24 ഇറ്റ് ഈസ് 84 പ്ലസ് 12/7 ആണ് വന്നിരിക്കുന്നത്. അതായത് 5/7, അതായത് 184 പ്ലസ് 5/7 എന്നുള്ള പെർസെൻറ്റേജിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ അത്രയും സ്പീഡായിട്ട് നമുക്ക് എന്താ പറയുക കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ എഴുതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ നമ്മൾ 11/7 നമ്മൾ നോർമൽ വെച്ചിട്ട് ചെയ്തു. നമ്മളിപ്പോൾ ഇത് ഫ്രാക്ഷൻ വെച്ചിട്ട് പഠിച്ചത് വെച്ചിട്ട് അതും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ 566 2/3% ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. 566 2/3 എന്നുള്ളതിന് ഫ്രാക്ഷനിലേക്കാണ്. ഇത് പെർസെൻറ്റേജ് ആണ്, ഇതിന് ഫ്രാക്ഷനിലേക്കാണ്. അപ്പോൾ ഫ്രാക്ഷനിലേക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 100, അതായത് 566 × 3 + 2/100 ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രാക്ഷനിൽ കിട്ടും. പക്ഷേ ഇതിന് വേറൊരു എന്താ പറയുക വേറൊരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അതായത് ഇതിന് ഞാൻ പറഞ്ഞു 100 നമ്മളിപ്പോൾ നേരത്തെ എന്താ പറയുക ഒരു 5/7 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ
7ൽ 7 എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് 100% ആണ്. 7/7 എത്ര കിട്ടുന്നത് നിങ്ങൾക്ക്? പക്ഷേ 1 ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് ഫ്രാക്ഷനിലേക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 566 2/3 എന്നുള്ളതിന് എത്രയോ ഒരു ഫ്രാക്ഷൻ ആയിരുന്നു അത്. അതിന് ഇൻറ്റു 100 ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഈ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് 100ൻ്റെ 5 ടൈംസ്, അതായത് 500 പ്ലസ് നമ്മൾ ഈ 566നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുകയാണ്. അതായത് 500 പ്ലസ് 66 2/3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ്, അതായത് 500% പ്ലസ് 66 2/3 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. അങ്ങനെയാണെങ്കിൽ ഇതിന് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ നമ്മൾ 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു യൂണിറ്റ് ഇപ്പം എന്താ പറയുക 7/7 വരുമ്പോഴാണ് 1 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതായത് 7ൽ എത്ര പെർസെൻറ്റേജ് ആണ് 7 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ആണ്. പക്ഷേ അതിനെ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 5 വരണം. ഇവിടെ 5 വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 യൂണിറ്റ്, അതായത് ഒരു 7 ആണെങ്കിൽ ഇവിടെ 35 എന്ന് പറഞ്ഞിട്ട് വരണം. അപ്പോൾ എത്ര വരുന്നത്? 5 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോഴാണ് 500%, 7ൻ്റെ 500% 35 എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ 5 ടൈംസ് നമ്മൾ അടിയിലുള്ള ഇപ്പം എന്താ ഫ്രാക്ഷനിൽ x/y എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ ഈ y-യുടെ 5 ടൈംസ് ആണ് ഈ x മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോഴാണ് ഈ 500 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ 5 പ്ലസ് ഫ്രാക്ഷൻ നമ്മൾ എത്ര എഴുതി? 5 എന്ന് പറഞ്ഞിട്ട് എഴുതി. 66 2/3 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ നമുക്കറിയാം എത്രയാണ്? 2/3 എന്നാണ്. 1/3 നമുക്കറിയാം 33 എത്രയാണ്? 1/3% ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 66 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ 5ൽ 2/3 ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. മറ്റേ ഇപ്പോൾ നോർമൽ മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഈ 566 ഇൻറ്റു 3 പ്ലസ് 2/100 ഒക്കെ ചെയ്യണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്താ 66 2/3 നമുക്ക് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ എഴുതുകയെന്ന് അറിയാം. അപ്പോൾ 5 പ്ലസ് 2/3 ആണ് ഈ പറഞ്ഞ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം. അത് എത്രയാണ്? 5 × 3 15 പ്ലസ് 2, അതായത് 17/3 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷനാണ് എന്ത്? ഈ 566 2/3% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ക്ലാസ്സിൽ നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഫ്രാക്ഷനിലേക്ക് ആക്കാനും പെർസെൻറ്റേജിലേക്ക് ആക്കാനും പഠിച്ചു. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 10-14 ഫ്രാക്ഷൻ പറഞ്ഞു. അത് നിങ്ങൾ ഡെയിലി റിവൈസ് ചെയ്യുക. വെറുതെ ഒന്ന് വായിച്ചു പോകും, ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ചു പോയാൽ മതി. അങ്ങനെ ഒരു 5 ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ലെസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ലെസണിൽ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. താങ്ക് യു.